രാത്രിയിൽ പൂജയെ കാണാൻ സേറ വന്നു. ശ്രീദേവിയുടെ പേരിൽ തനിക്കയച്ച ആ കത്തിന്റെ യഥാർത്ഥ ഉടമ ആരായിരുന്നാലും ശരി, അത് തന്റെ സ്ത്രീ തനിക്ക് അയച്ചതായി താൻ കൂട്ടിക്കോളാമെന്ന് പറഞ്ഞ സേറ ഒടുവിൽ പൂജയുമായുള്ള പിണക്കങ്ങളെല്ലാം തന്നെ പറഞ്ഞു തീർത്തു. അങ്ങനെ 6 വർഷങ്ങൾക്ക് ശേഷം തങ്ങൾ നട്ട വീനസ് ചെടി കാണാനായി സേറയും പൂജയും പോകുന്നിടത്ത് സിനിമ അവസാനിച്ചു. ഇനി ആ സിനിമയ്ക്കപ്പുറം അവരുടെ ജീവിതം എങ്ങനെയായിരിക്കുമെന്ന് നമുക്കൊന്ന് നോക്കാം. അന്ന് രാത്രി സേറ പൂജയുടെ വീട്ടിൽ തങ്ങി. ഏതാണ്ട് ഒരാഴ്ചയോളം സേറ അവൾക്കൊപ്പം തന്നെ ഉണ്ടായിരുന്നു. മകളെ പൂജയ്ക്കൊപ്പം സുരക്ഷിതമായി നിർത്തിയ സേറയുടെ അച്ഛൻ ബ്രിഗേഡിയർ അലക്സാണ്ടർ തിരിച്ചു മടങ്ങും വഴി സൂരജിന് നല്ലൊരു ജോലിയും വാഗ്ദാനം ചെയ്തിരുന്നു. അങ്ങനെ പൂജയ്ക്കൊപ്പം ഒരാഴ്ചയോളം നിന്ന സേറ താൻ എക്കാലത്തും പൂജയ്ക്കൊപ്പം ഉണ്ടാകുമെന്ന വിശ്വാസം പൂജയ്ക്ക് പൂർണ്ണമായി നൽകി. തന്റെ അച്ഛന്റെ അടുത്തേക്ക് തിരിച്ചു മടങ്ങും വഴി പൂജയുടെ അമ്മയോട് സേറ ആവശ്യപ്പെട്ടത് ഒന്ന് മാത്രമായിരുന്നു: മാനസികാരോഗ്യ ചികിത്സകൾക്കിടയിൽ പലപ്പോഴായി മുടങ്ങിപ്പോയ പൂജയുടെ പഠനം വീണ്ടും തുടങ്ങണം. അതിനായി പൂജയെ തനിക്കൊപ്പം ഡൽഹിയിലേക്ക് വിടണം. അതിന് പൂജയുടെ അമ്മ സമ്മതം മൂളി. അങ്ങനെ പൂജ സേറയ്ക്കൊപ്പം ഡൽഹിയിലെത്തി. ഡോക്ടേഴ്സ് ഡിഗ്രിക്ക് ശേഷം MD എടുക്കാൻ തയ്യാറായ സേറയും കൂട്ടുകാരി നിലഞ്ജനയും താമസിക്കുന്ന ഫ്ളാറ്റിലേക്കാണ് പൂജയും എത്തിയത്. പൂജ അവിടെ പാർട്ട് ടൈം ജോബിന് കയറി. കൂട്ടത്തിൽ ഡിഗ്രി ഡിസ്റ്റന്റായി എടുത്തു പഠിക്കാനും തുടങ്ങി. അതിനുള്ള എല്ലാ സഹായവും സേറയുടെ അച്ഛൻ ബ്രിഗേഡിയർ അലക്സാണ്ടർ ചെയ്തു കൊടുത്തു. മാത്രമല്ല, ബ്രിഗേഡിയർ അലക്സാണ്ടർ തരപ്പെടുത്തി കൊടുത്ത ഇൻഫോസിസ് ജോലിക്കായി സൂരജും ഡൽഹിയിലെത്തി. അങ്ങനെ എല്ലാവരും ഹാപ്പിയായി പോകുന്നതിനിടയ്ക്കാണ് ഒരു ദിവസം സേറയ്ക്കൊരു മെയിൽ വന്നത്. അത് ഫിറോസിന്റെ മെയിലായിരുന്നു. സേറ ഫ്രീ ആണെങ്കിൽ നെക്സ്റ്റ് സൺഡേ കോസ്റ്റ് കഫേയിൽ വരണമെന്നായിരുന്നു ആ മെയിലിൽ ഉണ്ടായിരുന്നത്. ഫിറോസ് എന്തിനാണ് തന്നെ വിളിക്കുന്നതെന്ന് സേറയ്ക്ക് മനസ്സിലായില്ല. എങ്കിലും അവൾ സമ്മതിച്ചു. അടുത്ത സൺഡേ ഫിറോസ് ആവശ്യപ്പെട്ടതുപോലെ തന്നെ സേറ കാണാൻ പോയി. ഒപ്പം പൂജയും നിലഞ്ജനയും ഉണ്ടായിരുന്നു. അവിടെ വെച്ച് ഫിറോസ് സേറയോട് വിവാഹാഭ്യർത്ഥന നടത്തി. സ്കൂൾ കാലഘട്ടത്തിലെ ആ എമ്പത്തറ്റിക്കായ സേറ എലിസബത്തിനോളം പോന്ന പ്യുവർ സോൾ തന്റെ ലൈഫിൽ മറ്റൊരാളിലും കണ്ടെത്താൻ പറ്റിയിട്ടില്ല എന്നായിരുന്നു ഫിറോസ് പറഞ്ഞത്. അതിന് എന്ത് മറുപടി പറയണമെന്ന് സേറയ്ക്ക് അറിയില്ലായിരുന്നു. പക്ഷെ അവൾക്ക് നോ പറയാൻ പറ്റിയില്ല. എല്ലാം അച്ഛനോട് സംസാരിച്ച് തീരുമാനിക്കൂ എന്നായിരുന്നു സേറ ആവശ്യപ്പെട്ടത്. അതൊരു പോസിറ്റീവ് മറുപടിയായി എടുത്ത ഫിറോസ് സന്തോഷത്തോടെ മടങ്ങി. തിരിച്ചു മടങ്ങും വഴിയാണ് സേറയും പൂജയും നിലഞ്ജനയും ഇൻഫോസിസിൽ ജോലി ചെയ്യുന്ന സൂരജിനെ കാണാൻ കയറിയത്. സൂരജിനെ കണ്ട ഒറ്റ നോട്ടത്തിൽ തന്നെ നിലഞ്ജനയ്ക്ക് അയാളിൽ ഒരു സ്പാർക്ക് കിട്ടി. അന്ന് അവളതത്ര കാര്യമാക്കിയതൊന്നുമില്ല. പക്ഷേ വരും ദിവസങ്ങളിൽ നിലഞ്ജനയ്ക്ക് സൂരജിനോട് വല്ലാത്തൊരു പ്രണയം തോന്നി തുടങ്ങി. പൂജയെ ഇടയ്ക്കിടയ്ക്ക് വിവരാന്വേഷണത്തിനായി വിളിക്കുന്ന സൂരജിനെ നിലഞ്ജന ആരും അറിയാതെ സ്നേഹിച്ചു തുടങ്ങി. ഇതിനിടയിൽ ഫിറോസും സേറയും തമ്മിലുള്ള വിവാഹം ഇരുവരുടെയും വീട്ടുകാർ സമ്മതിച്ചു. അവരുടെ എൻഗേജ്മെന്റിന് തീരുമാനമായി. അങ്ങനെ എൻഗേജ്മെന്റ് ദിവസം എല്ലാവരും വന്നു. ആ ദിവസമാണ് നിലഞ്ജന സൂരജിനോട് ആദ്യമായി ഒറ്റയ്ക്ക് സംസാരിക്കുന്നത്. തനിക്ക് സൂരജിന്റെ പാസ്റ്റ് അറിയാമെന്നും സൂരജിനൊപ്പം താൻ ജീവിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും നിലഞ്ജന വെളിപ്പെടുത്തി. അത് കേട്ട് സൂരജ് പെട്ടെന്നൊന്ന് പതറിപ്പോയി. ഉത്തരമില്ലാതെ നിൽക്കുന്ന അവനോട് സമയമെടുത്തു മറുപടി നൽകിയാൽ മതിയെന്ന് നിലഞ്ജന പറഞ്ഞു. അങ്ങനെ അന്ന് എൻഗേജ്മെന്റിന് വന്ന എല്ലാവരും ഹാപ്പിയായി. പക്ഷേ അന്ന് എൻഗേജ്മെന്റ് കഴിഞ്ഞു മടങ്ങും വഴിയാണ് പൂജയുടെ അമ്മ ആക്സിഡന്റിൽപ്പെട്ട് മരണപ്പെടുന്നത്. അതോടെ തീർത്തും അനാഥയായ പൂജ ഡൽഹിയിലേക്ക് മൊത്തമായി ചേക്കേറുന്നു. ഇതിനിടയിൽ സേറ ഫിറോസുമായി കൂടുതൽ അടുക്കുന്നതും സേറയും നിലഞ്ജനയും തമ്മിലുള്ള സൗഹൃദവുമെല്ലാം പൂജയിൽ ഇൻസെക്യൂരിറ്റി വർദ്ധിപ്പിക്കുന്നു. തനിക്ക് ആരുമില്ലെന്നും താൻ ഈ ലോകത്തൊറ്റയ്ക്കാണെന്നും ഒക്കെ പൂജ അടിയുറച്ച് വിശ്വസിക്കുന്നു. ഇതിനിടയിൽ നിലഞ്ജന സൂരജിനോടുള്ള തന്റെ പ്രണയത്തെക്കുറിച്ച് സേറയോടും പൂജയോടും പറയുന്നു. തുടക്കത്തിൽ സേറയ്ക്കും പൂജയ്ക്കും അതിൽ വലിയ താല്പര്യമൊന്നുമില്ലെങ്കിലും പിന്നെ അവർ അതിന് സമ്മതിക്കുന്നു. കാരണം സൂരജും ഒരു നല്ല ജീവിതം അർഹിക്കുന്നുവെന്ന് അവർക്കറിയാം. പക്ഷെ സൂരജ് അതിന് തയ്യാറായില്ല. ഒടുവിൽ പൂജയുടെ നിർബന്ധപ്രകാരമാണ് സൂരജ് നിലഞ്ജനയുമായി കമ്മിറ്റഡ് ആവാൻ തയ്യാറായത്. അങ്ങനെ സേറയും സൂരജും എല്ലാം തങ്ങളുടേതായ ബന്ധങ്ങളിലേക്ക് പോയപ്പോൾ പൂജ തീർത്തും ഒറ്റപ്പെട്ടു. പതിയെ പതിയെ ആ ഒറ്റപ്പെടൽ അവളെ മാനസിക വിഭ്രാന്തിയിലേക്ക് നയിച്ചു. പൂജയുടെ പെട്ടെന്നുള്ള മാറ്റത്തിൽ സേറയും സൂരജും ഭയപ്പെട്ടു. ഒരു ദിവസം പൂജ മുഴുഭ്രാന്തിയെ പോലെ അലറി വിളിച്ചു. ഒടുവിൽ അലക്സാണ്ടർ ബ്രിഗേഡിയറുടെ സഹായത്തോടെയാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച മനഃശാസ്ത്ര വിദഗ്ധനിൽ പൂജ അഭയം പ്രാപിക്കുന്നത്. അല്പം വർഷങ്ങൾക്ക് ശേഷം രോഗമുക്തി നേടിയ പൂജയെ കാണാൻ
സേറയും ഫിറോസും സൂരജും നിലഞ്ജനയും ഹോസ്പിറ്റലിലേക്ക് വന്നു. അപ്പോൾ സേറയ്ക്കൊപ്പം ഒരു മിടുക്കി പെൺകുട്ടിയും ഉണ്ടായിരുന്നു. അത് സേറയുടെയും ഫിറോസിന്റെയും മകളായിരുന്നു. ഹോസ്പിറ്റൽ കാലയളവിനിടയിൽ തന്നെ സേറയുടെ വിവാഹം കഴിഞ്ഞിരുന്നു. അതൊന്നും അറിയാതെ പോയ പൂജ സേറയുടെ മകളുടെ പേര് ചോദിച്ചു. ശ്രീദേവി എന്നായിരുന്നു ആ കുട്ടിയുടെ പേര്. അത് കേട്ടപ്പോൾ പൂജയുടെ കണ്ണു നിറഞ്ഞു. നിലഞ്ജനയുടെയും സൂരജിന്റെയും വിവാഹ വാർത്ത കേൾക്കാൻ തയ്യാറായി നിന്ന പൂജയെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് സൂരജ് വിവാഹിതനായില്ല എന്ന വാർത്ത പൂജ അറിയുന്നത്. സൂരജും നിലഞ്ജനയും പ്രണയിക്കാൻ ശ്രമിച്ചെങ്കിലും സൂരജിനെ കൊണ്ടതിന് സാധിക്കുന്നില്ലായിരുന്നു അത്രേ. അങ്ങനെ വളരെ വൈകിയാണ് സൂരജ് പോലും സ്വയം തിരിച്ചറിഞ്ഞത് ഇനി താൻ ജീവിക്കേണ്ടത് പൂജയ്ക്കൊപ്പമാണെന്ന്. അതൊരിക്കലും പ്രണയമല്ലെന്നും തന്റെ കടമയാണെന്നും അയാൾ തിരിച്ചറിയുകയും അത് നിലഞ്ജനയോട് പങ്കുവെക്കുകയും ചെയ്തു അത്രേ. പക്ഷേ ആ സമയത്ത് പൂജ മാനസികാരോഗ്യ കേന്ദ്രത്തിലായിരുന്നു. ഇതെല്ലാം കേട്ട പൂജയ്ക്ക് എന്ത് പറയണമെന്നറിയില്ലായിരുന്നു. പക്ഷേ സേറയും നിലഞ്ജനയും നിർബന്ധിച്ചപ്പോൾ ഇതെല്ലാം കണ്ട് ശ്രീദേവിയുടെ ആത്മാവ് സന്തോഷിക്കുമെന്ന് അവളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചപ്പോൾ പൂജയ്ക്ക് നോ പറയാതിരിക്കാൻ പറ്റില്ല എന്ന അവസ്ഥയായി. അങ്ങനെ പൂജ സൂരജിനെ വിവാഹം കഴിക്കാൻ സമ്മതിച്ചു. ഇന്ന് സേറയും ഫിറോസും അവരുടെ കുഞ്ഞു ശ്രീദേവിയും നിലഞ്ജനയും ശ്രീദേവിയുടെ ഫാമിലിയും എല്ലാം ഒത്തുചേർന്നിരിക്കുകയാണ്. മറ്റൊന്നിനുമല്ല, ഇന്നാണ് സൂരജിന്റെയും പൂജയുടെയും വിവാഹം. പൂജ ഇന്ന് ഹാപ്പിയാണ്. അവൾക്കിന്ന് എല്ലാവരുമുണ്ട്, ഒപ്പം ശ്രീദേവിയുടെ ആത്മാവും.